മക്കളെ, വെൽക്കം ടു ദ എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അറിയാലോ, അർജുൻ സാറാണ്. മക്കളെ, നമുക്കൊരു നോട്ടീസ് എഴുതാൻ പഠിച്ചാലോ? ചെറുപ്പം മുതലേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നോട്ടീസ് എഴുതുക എന്നുള്ളത്. അത് മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിലൊക്കെ കൊല്ലങ്ങളായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന കാര്യമാണ്. പക്ഷേ എന്നാലും കുറേ പേർക്ക് ഇന്നും ഒരു നല്ല നോട്ടീസ് എഴുതുന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ പ്രശ്നം നമുക്ക് ഈ ഒരു ഒറ്റ വീഡിയോയോടുകൂടി മറികടക്കാം. ഇനി ആ പ്രശ്നം നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. കിടിലനായിട്ട് ഒരു നോട്ടീസ് എഴുതി മുഴുവൻ മാർക്ക് എങ്ങനെ വാങ്ങാമെന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ അതുകൊണ്ട് മുഴുവൻ എഴുതി കാണുക, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ കിടിലൻ ഒരു നോട്ടീസ് എഴുതുന്നതിന് ചില നിബന്ധനകളുണ്ട്. ഏതൊക്കെയാണ്? ഗിവ് എ ഷോർട്ട് ആൻഡ് ക്ലിയർ ഹെഡിങ്. നമ്മൾ നോട്ടീസ് കിട്ടുന്ന സമയത്ത് ഇതാരച്ചടിച്ചു, എന്തിനു വേണ്ടി അച്ചടിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ആൻഡ് ഷോർട്ടായിട്ടുള്ളൊരു ഹെഡിങ് കൊടുക്കുക. റൈറ്റ് ദ ഡേറ്റ് ബിലോ ഇറ്റ്. അതിന് താഴെയായിട്ട് നിങ്ങൾ ഡേറ്റ് എഴുതുക. റൈറ്റ് ഹൂ ഈസ് റൈറ്റിംഗ് ദ നോട്ടീസ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ ഡേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ നോട്ടീസിൻ്റെ ആരാണ് ഉണ്ടാക്കിയതെന്ന് അറിയിക്കണ്ടേ. സോ അതിൻ്റെ താഴെയായിട്ട് നോട്ടീസ് തയ്യാറാക്കിയത് ആരാന്ന് മെൻഷൻ ചെയ്യുക. ഇതൊക്കെ ബേസിക് ആയിട്ട് ഒരു നോട്ടീസിൽ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. ഹെഡ്ലൈന് വേണം, ഡേറ്റ് വേണം, അതുപോലെ തയ്യാറാക്കിയിട്ടുള്ളത് ആരാണെന്ന്. ഓൾറൈറ്റ്, ഇനി അതിൻ്റെ കോണ്ടൻറ്റ് എഴുതുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ പല പല കാര്യങ്ങൾ എഴുതണമല്ലോ. അതെങ്ങനെയാണ് എഴുതേണ്ടത്, എന്താണ് ഈ നോട്ടീസിൻ്റെ ഉദ്ദേശം എന്ന് മെൻഷൻ ചെയ്യുക. പേർപ്പസ് ഓഫ് ദ നോട്ടീസ് കൃത്യമായിരിക്കണം. പിന്നെ പ്രധാനമായിട്ടും വേണ്ട സാധനം ടൈം, സമയം, ഡേറ്റ്, തീയതി, പ്ലേസ്. ഈ 3 കാര്യങ്ങൾ, സ്ഥലം അടക്കം 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും അതിൽ ഉൾപ്പെടുത്തുക. അത് ഉണ്ടെങ്കിലേ നമുക്ക് നോട്ടീസിൽ നിന്ന് കാര്യങ്ങൾ കിട്ടുള്ളൂ. കീപ് ദ മെസ്സേജ് ഷോർട്ട് ആൻഡ് ക്ലിയർ. എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് വളരെ കുറച്ച് ക്ലിയർ ആയിട്ട് എഴുതുക. ലാംഗ്വേജ്, എങ്ങനെയുള്ള ഭാഷ വേണം യൂസ് ചെയ്യാൻ? യൂസ് സിമ്പിൾ ആൻഡ് ഫോർമൽ ലാംഗ്വേജ്. അതായത് വളരെ സാധാരണക്കാർക്ക് വരെ മനസ്സിലാകുന്ന ലാംഗ്വേജ് മതി. ഡു നോട്ട് യൂസ് ലോങ് സെൻറ്റൻസസ്. നല്ല നീളത്തിലുള്ള സെൻറ്റൻസുകളൊന്നും വേണ്ട, കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസ് മതി. നോ അൺനെസസറി ഡീറ്റെയിൽസ്. അനാവശ്യമായിട്ടുള്ള വിവരങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നോട്ടീസ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുക? നമുക്കൊരു നോട്ടീസ് കൈ കിട്ടി അല്ലേ, നമുക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പം ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ മൊത്തം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ആദ്യത്തത് ഹെഡ്ലൈനാണ്. അത് വായിച്ചാൽ തന്നെ മനസ്സിലാക്കും ഇതെന്തിനെ പറ്റിയിട്ടുള്ളതാണെന്ന്. പിന്നെ ഇത് എന്തെങ്കിലും ഒരു പരിപാടിയെ സംബന്ധിച്ചായിരിക്കുമല്ലോ. അപ്പം എവിടെ വെച്ചാൽ നടക്കുന്നതെന്ന് നമ്മൾ അറിയണം, സമയം അറിയണം, ഡേറ്റും അറിയണം, സ്ഥലം ഒക്കെ നമ്മൾ അറിയണം. പിന്നെ എന്തിനെക്കുറിച്ചാണെന്നുള്ളത് നമ്മുടെ ഒന്ന് വളരെ വിശദീകരിച്ചിട്ട് നമുക്ക് തരും. അതും ഒന്ന് വായിക്കാം. നമ്മളങ്ങനെ വലിയ വലിയ ഇംഗ്ലീഷ് പ്രൊഫസർമാരൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ സിമ്പിൾ ലാംഗ്വേജ് മതി. ആവശ്യമുള്ള കാര്യം മാത്രം അതിൽ ആഡ് ചെയ്താൽ മതി. അൺനെസസറി ആയിട്ടുള്ള അനാവശ്യ കാര്യങ്ങൾ ഒന്നും ആഡ് ചെയ്യേണ്ട. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയത് ആരാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഒരു അതോറിറ്റി വേണ്ടി, അതും നമ്മൾ അടിയിൽ ഉൾപ്പെടുത്തുക. ഡേറ്റും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് നോട്ടീസ് തയ്യാറാക്കാം. Write a notice informing the public about the arrival of Gatelyland Entertainment Show in your town. നമ്മുടെ എൻജിൻ ട്രബിളിലെ ഗേറ്റിലാൻഡുകാരുണ്ടല്ലോ, അവർ നിങ്ങളുടെ നാട്ടിലാണ് പരിപാടിക്ക് വരുന്നതെന്ന് കരുതുക. അല്ലെങ്കിൽ ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് അവരുടെ നാട്ടിൽ പരിപാടിക്ക് വേണ്ടിയിട്ട് ഗേറ്റിലാൻഡുകാർ വന്നു. അപ്പം അവരും അച്ചടിച്ച് എല്ലാവർക്കും കുറേ നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ടാവില്ല, എല്ലാവർക്കും അല്ലേ. കാര്യം ഇവർക്ക് കുറേ ആൾക്കാർ ഇവരുടെ പരിപാടിക്ക് വരണം. സോ ഒരു വലിയ നോട്ടീസ് അച്ചടിച്ച് ഇവരെല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ടാവും. ആ നോട്ടീസ് എങ്ങനെ ഉണ്ടാക്കണം, അതാണ് നമുക്കുള്ള ചോദ്യം. നമുക്കൊന്ന് തയ്യാറെടുത്ത് നോക്കിയാലോ? യെസ്, ആദ്യം തന്നെ നമ്മളൊരു ബോക്സ് വരച്ചു. ആ ബോക്സിനകത്ത് നിന്ന് വേണം നമ്മളിതൊക്കെ എഴുതാൻ. പിന്നെ ഹെഡിങ് ഗേറ്റിലാൻഡ് മാൽഗുഡി. ഗേറ്റിലാൻഡാണ് വരുന്നത് അല്ലേ. അപ്പം വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തിനെക്കുറിച്ചാണെന്നുള്ളത് മനസ്സിലായി. ഇപ്പം ഗേറ്റിലാൻഡ് സ്ഥലം മെൻഷൻ ചെയ്യണം അതിൻ്റെ താഴെയിട്ട്. ഇവിടെ വേണം എന്നുള്ള മാൽഗുഡി അതും എഴുതിയിട്ടുണ്ട്. പിന്നെയോ നമ്മളെ അവരെ അഭിസംബോധന ചെയ്യണം. എന്താണ്? ആൾ സിറ്റിസൺസ് ആർ ഹിയർ ബൈ ഇൻഫോംഡ്. എല്ലാ നാട്ടുകാരെയും അറിയിക്കുന്നു ദാറ്റ് ഗേറ്റിലാൻഡ് ഹാസ് അറൈവ്ഡ് ഇൻ യുവർ ടൗൺ. നിങ്ങളുടെ നാട്ടിൽ ഗേറ്റിലാൻഡ് വന്നിട്ടുണ്ട്. ഇറ്റ് ഓഫേഴ്സ് എക്സൈറ്റിംഗ് അട്രാക്ഷൻസ്. അവർ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് നൽകുന്നു, അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ. സച്ച് ആസ് പെർഫോമിംഗ് പാരറ്റ്സ്. തത്തകളുണ്ട്, സംസാരിക്കുകയും അതുപോലെ തന്നെ പാട്ട് പാടുന്ന തത്തകൾ. ഡോം ഓഫ് ഡെത്ത് മോട്ടോർ സൈക്കിൾ ഷോ. ആ ഗ്ലോബിലൂടെ ഇങ്ങനെ ബൈക്ക് ഓടിക്കുന്ന ഒരു പരിപാടിയില്ലേ, അതുണ്ട്. ലോട്ടറീസ്, നറുക്കെടുപ്പുകളുണ്ട്. ഷൂട്ടിംഗ് ഗാലറീസ് ഉണ്ട്. ഫൺ സ്റ്റോളുകൾ, ഗെയിംസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ട്. നിങ്ങളിത് വല്ലതും അറിഞ്ഞോ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത ചിന്ത വരാൻ തുടങ്ങും അല്ലേ. ഇതെവിടെ വെച്ചാൽ പരിപാടി, ഏത് ദിവസമാണ്, ഏത് സമയമാണ്, അത് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ എന്ന് മുതലാണെന്നുള്ളത് നമ്മൾ ഡേറ്റ് കൊടുത്തു. ഫ്രം 10 November 2025. വെന്യൂ ജിംഖാന ഗ്രൗണ്ട്സ്. അപ്പോൾ അവിടെ ചെന്നാൽ നമുക്കറിയാൻ പറ്റും, പരിപാടി കാണാൻ പറ്റും. ടൈം രാവിലെ
10 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ് ദിവസേന പരിപാടികൾ. ടിക്കറ്റ് പ്രൈസസ് റേഞ്ച് ഫ്രം ചീപ്പ് ടു എക്സ്പെൻസീവ്. കുറഞ്ഞ നിരക്കിൽ നിന്നും എക്സ്പെൻസീവ് ആയിട്ടുള്ള നിരക്ക് വരെ ടിക്കറ്റുകൾ സൗജന്യമല്ല ലഭ്യമാണ് എന്നും കൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെയോ everyone is invited to enjoy the show with their family and friends. പിന്നെ നോട്ടീസിൻ്റെ ഒരു പ്രധാന ആവശ്യം നമ്മളെല്ലാം അങ്ങോട്ട് ക്ഷണിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ് പരിപാടിയാണ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരാണ് തയ്യാറാക്കിയതെന്ന് ഉൾപ്പെടുത്തുക. വാം റിഗാർഡ്സ് ഷോ മാനേജ്മെൻറ്റ്. ഷോ നടക്കുന്ന മാനേജ്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. ഡേറ്റും കൊടുത്തു എന്ന് അച്ചടിച്ചത് 1/11/2025. ഓക്കെ, അപ്പോൾ കൃത്യമായ ഒരു ചട്ടക്കൂടിൽ നിന്നും നമ്മളൊരു നോട്ടീസ് തയ്യാറാക്കി. ഈ ഒരു നോട്ടീസ് വായിച്ചു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. അതുപോലെ ഇങ്ങനെ ഒരു നോട്ടീസ് തയ്യാറാക്കിയ മുഴുവൻ മാർക്കും മക്കൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതുപോലെ നോട്ടീസ് തയ്യാറാക്കാൻ പറ്റുന്ന സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതൊക്കെ എടുത്ത് സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കോപ്പി അടിച്ച് വെക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ സ്റ്റൈലിൽ എഴുതുക. ഓക്കെ, അപ്പം ഇതുപോലെ നല്ല നല്ല മാർക്ക് കൂടുതൽ കിട്ടുന്ന വീഡിയോസൊക്കെ ആയിട്ട് എൻ്റെ മക്കളെ സാർ ഇനിയും വരുന്നതാണ്. അതിനൊക്കെ വേണ്ടി മക്കൾ തയ്യാറെടുക്കുക. ഇപ്പം ഞാൻ പോയിട്ട് പിന്നെ വരാം. തൽക്കാലം നമുക്കിടയിലൊരു താൽക്കാലിക വിരാമം. ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.